നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് അടക്കം 636.88 കോടി രൂപ NHM വിഹിതം കുടിശ്ശികയെന്ന് കേരളം. കുടിശ്ശിക ഇനത്തിൽ കേന്ദ്രം തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടും കേന്ദ്രം ഫണ്ട് അനുവദിച്ചില്ലെന്നും സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചാണ് കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും കേരളം കുറ്റപ്പെടുത്തി. ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തതിനാൽ 2023-24 സാമ്പത്തിക വർഷത്തിലെ വിഹിതം നൽകാനാവില്ലെന്ന് വ്യക്തമാക്കി നാഷണൽ ഹെൽത്ത് മിഷൻ ജോയിന്റ് സെക്രട്ടറി കേരളത്തിന് അയച്ച കത്തും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുമുണ്ട്. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ടൗൺഷിപ്പിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ 15 ദിവസത്തിനകം പൂർത്തിയാകും. ദുരന്തബാധിതരിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ളവർക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് മാർച്ച് 10, 11, 12 തീയതിയിൽ ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ ഹിയറിംഗ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ സമരത്തിൽ കൂടുതൽ ഇടപെടലുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ട് സമരത്തെക്കുറിച്ച് സുരേഷ് ഗോപി വിശദീകരിച്ചു. ആശാ വർക്കർമാർക്ക് വേതനം നൽകുന്നതിൽ സംസ്ഥാനത്തിന് വീഴ്ച പറ്റിയെന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. പ്രശ്നത്തിൽ ഇടപെടാമെന്ന് നദ്ദ സുരേഷ് ഗോപിയെ അറിയിച്ചു. ദില്ലിയിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ ആയിരുന്നു കൂടിക്കാഴ്ച. റാഗിംഗ് കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനുള്ള ഹൈക്കോടതി തീരുമാനം അങ്ങേയറ്റം സ്വാഗതാർഹമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കഴിഞ്ഞ വർഷം പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികളായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം അനുവദിച്ച് സിംഗിൾ ബെഞ്ച് വിധിയിൽ അതിശക്തമായ അമർഷം രേഖപ്പെടുത്തിയ തന്നെപ്പോലെയുള്ള പൊതുപ്രവർത്തകരുടെ വികാരം ഹൈക്കോടതി കണക്കിലെടുത്തായിരുന്നു കരുതുന്നുവെന്നും അതിൻ്റെ കൂടി ഫലമാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷി സംവരണത്തിനായി തസ്തികകൾ മാറ്റിവെച്ച സാഹചര്യത്തിൽ NSSന് കീഴിലുള്ള സ്കൂളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റെയാണ് നിർദ്ദേശം. NSSന് കീഴിലുള്ള സ്കൂളുകൾ ഭിന്നശേഷിക്കാർക്കായി 60 സീറ്റുകൾ മാറ്റിവെച്ചതായി മാനേജ്മെന്റ് കോടതിയെ അറിയിച്ചിരുന്നു. ഇത് കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് മൂന്നാമതും കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാകുമെന്ന് സുനിൽ കനുകോലിന്റെ സർവേ റിപ്പോർട്ടറിന്റെ വാർത്ത പ്രസിദ്ധീകരിച്ച ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് കോൺഗ്രസ് വക്കീൽ നോട്ടീസ് അയച്ചു. AICC സർവേ എന്ന പേരിൽ നൽകിയ വാർത്ത പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേരിൽ അയച്ച നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. SDP-യും PFIയും ഒന്ന് തന്നെയെന്നും SDP-യുടെയും സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ച PFI ആണെന്നും SDP-ക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫണ്ടാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SDP-ഐ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന PFI ആണെന്നും SDP-ക്ക് 4 കോടിയോളം രൂപ PFI നൽകിയതിന് തെളിവ് ലഭിച്ചുവെന്നും ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. പത്തനംതിട്ടയിൽ മോശം കൂട്ടുകൊട്ട് ചോദ്യം ചെയ്തതിന് സഹോദരനെയും അടുത്ത ബന്ധുവിനെയും +2 വിദ്യാർത്ഥിയുടെ കൂട്ടുകാർ തല്ലിച്ചതച്ചു. പത്തനംതിട്ട ഏനാത്ത് മാർച്ച് 2-നായിരുന്നു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 5 പേർക്കെതിരെ ഏനാത്ത് പോലീസ് കേസെടുത്തു. +2 വിദ്യാർത്ഥിയെയും പ്രതി ചേർത്തിട്ടുണ്ട്. 2 പേരും അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വൈദ്യുത ദീപാരാധന നടത്തുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് KSEB. ഉത്സവത്തിന്റെ ഭാഗമായി കമാനങ്ങൾ നിർമ്മിക്കുമ്പോഴും നിശ്ചിത ഉയരത്തിൽ കൂടുതലുള്ള കെട്ടുകാഴ്ചകൾ തയ്യാറാക്കുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഗുണമേന്മ കുറഞ്ഞ പ്ലാസ്റ്റിക് ഇൻസുലേറ്റഡ് വയറുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഗുണനിലവാരമുള്ള വയറുകളും അനുബന്ധ ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കേണ്ടതാണെന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ അംഗീകാരമുള്ള കോൺട്രാക്ടറിന് മാത്രമേ ദീപാലങ്കാര പ്രവർത്തനങ്ങൾക്ക് ചുമതലപ്പെടുത്താവൂവെന്നും KSEB അറിയിച്ചു. KSRTC ശമ്പള പ്രതിസന്ധി തീരുന്നു. ഇനി മുതൽ എല്ലാ ദിവസവും 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. സർക്കാർ സഹായത്തോടെ തന്നെയാണ് ശമ്പളം നൽകുക. മാസം തോറും 50 കോടി രൂപ സർക്കാർ തുടർന്ന് നൽകും. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസിൽ എല്ലാവരും ഒരുമിച്ച് പോകാനാണ് തീരുമാനമെന്നും എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹൈക്കമാൻഡ് ഒരു കാര്യത്തിലും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടില്ല. താനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒറ്റക്കെട്ടാണ്. ശശിധരന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രത്യേകിച്ച് നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകിയിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഇൻസ്ട്രുമെന്റ് ബോക്സും പുസ്തകവും കളഞ്ഞുപോയതിനെ തുടർന്ന് മകന്റെ കൈ തല്ലി ഒടിച്ചു അച്ഛൻ. കൊച്ചി കളമശ്ശേരിയിലാണ് ക്രൂരമായ സംഭവം നടന്നത്. 2 ദിവസം മുമ്പാണ് കുട്ടിയെ മർദ്ദിച്ചത്. കുട്ടിയുടെ കൈത്തണ്ടയ്ക്ക് പൊട്ടലുണ്ട്. അച്ഛൻ ശിവകുമാറിനെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കോഴിക്കോട് ഓമശ്ശേരി പുത്തൂരിൽ സ്കൂൾ മാൻ മറിഞ്ഞു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. മാനിപുരം UPS സ്കൂളിന്റെ വാനാണ് മറിഞ്ഞത്. പരിക്കേറ്റവരെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. 8 ദിവസങ്ങൾക്ക് ശേഷമാണ് അഫാനെ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നത്. മെഡിക്കൽ ബോർഡിന് അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് അഫാനെ ജയിലിലേക്ക് മാറ്റിയത്. അഫാന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിരുന്നു. പൂർണ്ണ ബോധ്യത്തോടെയാണ് ഇയാൾ കൂട്ടക്കൊല ചെയ്തെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ പ്രാഥമിക കണ്ടെത്തൽ.
ആശാവർക്കർമാരുടെ സമരത്തെ പരിഹസിച്ച നേതാക്കളെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സമരം ചെയ്യുന്ന ഒരാളെയും പരിഹസിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന നിലപാട് CPMന്റെ അല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തൊഴിലാളി വർഗ പോരാട്ടങ്ങളും സമരങ്ങളും ഏറ്റക്കുറച്ചിലുകളോടുകൂടി ലോകത്ത് എമ്പാടും നടക്കുന്ന വർഗ സമരത്തിന്റെ ഭാഗമായാണ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കിടയിൽ MDMA വിൽപ്പന നടത്തി വന്ന യുവാവ് അറസ്റ്റിൽ. വാരാപ്പുഴ ഇലൂക്കര സ്വദേശി മുഹമ്മദ് നസീഫിനെയാണ് വാരാപ്പുഴ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് MDMA അടക്കം പിടികൂടിയിട്ടുണ്ട്. പ്രതിയിൽ നിന്ന് മയക്കുമരുന്ന് തൂക്കി വിൽക്കുന്നതിന് ഉപയോഗിച്ച ഇലക്ട്രോണിക്സ് വെയിങ് മെഷീൻ, സിപ്പ് ലോക്ക്, പ്ലാസ്റ്റിക് കവറുകൾ, പണം, മൊബൈൽ എന്നിവ കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ആലുവ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. 2024-2025 സാമ്പത്തിക വർഷത്തിലെ 11 മാസം പിന്നിടുമ്പോൾ 5000 കോടി കടന്ന് രജിസ്ട്രേഷൻ വകുപ്പ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരുമാനം 5219.34 കോടി മറികടന്ന് വരുമാനം 5500 കോടിയിൽ കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ ശ്രീധന്യ സുരേഷ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രശസ്തമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരാഘോഷത്തിന്റെ ഭാഗമുള്ള വെടിക്കെട്ട് പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച് പാലക്കാട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. രാഷ്ട്രീയ വിഷയങ്ങളെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം മാധ്യമപ്രവർത്തകർക്ക് നേരെ കുതിര കയറാനും അപകീർത്തിപ്പെടുത്താനുമുള്ള നീക്കം അങ്ങേയറ്റം അപലപനീയമാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ അമേരിക്കൻ ഫണ്ട് കൈപ്പറ്റുമെന്നാണെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രസ്താവന അപവാദ രാഷ്ട്രീയത്തിന്റെ പുതിയ ഉദാഹരണമാണ്. മാധ്യമപ്രവർത്തകരെ സൈബർ ലോകത്ത് കൊലയ്ക്ക് കൊടുക്കാനുള്ള ശ്രമം ജനാധിപത്യ മൂല്യങ്ങളുള്ള വെല്ലുവിളിയാണെന്നും യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP റജീം, ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാടും പറഞ്ഞു. ബോഡി ബിൽഡിംഗ് താരങ്ങളെ പോലീസിൽ നിയമിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് തിരിച്ചടി. ശാരീരിക സൗന്ദര്യ മത്സര വിജയികൾക്ക് പോലീസ് ഇൻസ്പെക്ടറായി നിയമനം നൽകാനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. ഷിനു ചൊവ്വ, ചിത്തരേസ് നടേശൻ എന്നിവർക്ക് ഇൻസ്പെക്ടർ റാങ്കിൽ നിയമനം നൽകാനുള്ള തീരുമാനം വിവാദമായിരുന്നു. തമിഴ്നാട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ പേരിൽ ആൾമാറാട്ടം നടത്തി പുരോഹിതനെ ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സൈബർ ക്രൈം പോലീസാണ് തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശി അജിത് കുമാറിനെ പിടികൂടിയത്. എറണാകുളം സ്വദേശിയായ പുരോഹിതനെ ഇമെയിലിലൂടെ അയാൾ ഭീഷണിപ്പെടുത്തിയത്. മഹാകുംഭമേളയിൽ ഉപയോഗിച്ച ലോകോത്തര മെഡിക്കൽ സൗകര്യങ്ങൾ ഇനി സംസ്ഥാനത്തുള്ള രോഗികളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ UP. പ്രയാഗിലെ സെൻട്രൽ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ UPയിലെ വിവിധ ജില്ലകളിലെ ആശുപത്രികളിലേക്ക് കൈമാറും. രാജ്യത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് സംഘത്തെ പിടികൂടി. മുംബൈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സംഘത്തിലെ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് NDV റിപ്പോർട്ട് ചെയ്യുന്നു. വിദ്യാസമ്പന്ന ആളുകൾ പ്രധാനികളായ മയക്കുമരുന്ന് സംഘത്തിലെ വിദേശ ബന്ധമാണ് ഞെട്ടിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ രാജ്യത്തിലുടനീളം 1128 കോടി രൂപയുടെ മയക്കുമരുന്ന് വിറ്റഴിച്ച സംഘമാണ് കുടുങ്ങിയെന്ന് അധികൃതരും അറിയിച്ചു. ഉത്തർപ്രദേശ് നിയമസഭാ ഹാളിൽ പാൻ മസാല ചവച്ച് തുപ്പിയ MLA വിമർശിച്ച് സ്പീക്കർ ചൊവ്വാഴ്ച രാവിലെ സഭാ സമ്മേളനം തുടങ്ങും മുമ്പായിരുന്നു നാടകീയ രംഗങ്ങൾ. BJPയുടെ അടുത്ത ദേശീയ അധ്യക്ഷനെ ഹോളിക്ക് ശേഷം പ്രഖ്യാപിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.